സംസർഗമനുസരിച്ചാണ് നമ്മുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്. നമ്മുടെ എല്ലാം വീട്ടിൽ ടെലിവിഷൻ ഉണ്ട്. കുറച്ച് ദിവസം ഈ ടെലിവിഷൻ കാണുന്നത് നിർത്താം എന്ന് വെച്ച് അത് ഓഫ് ചെയ്തു വെച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് ആ ശീലം നിർത്താൻ പറ്റും എന്ന് വിചാരിക്കരുത്. നമ്മൾ ടെലിവിഷൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓണാക്കി നല്ല ഒരു പ്രോഗ്രാം കണ്ടു നോക്കാം എന്ന് തോന്നും. അതുപോലെ തന്നെയാണ് ഫോണും സോഷ്യൽ മീഡിയയും ഒക്കെ. നമ്മൾ അവയോട് കൂടെ കൂടുതൽ സമയം ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിച്ച് സമയം കളയുന്നത് നമ്മുടെ സ്വഭാവമായി. എങ്ങനെ ഈ സ്വഭാവത്തെ മാറ്റാം എന്നാലോചിച്ചാൽ അതിൽ നിന്നും ദൂരം പാലിക്കുകയോ അവ ഉപയോഗിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള തിരക്കിലേക്ക് മാറുകയോ വേണം. അങ്ങനെ വന്നാൽ അവ ഉപയോഗിക്കാൻ തോന്നുമ്പോൾ സാഹചര്യങ്ങൾ കാരണം ഉപയോഗിക്കാൻ പറ്റാതെ വരും. അങ്ങനെ പതിയെ പതിയെ അവ എപ്പോഴും നമ്മുടെ കൂടെ വേണമെന്ന ആഗ്രഹത്തെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എത്തിയാൽ അവ നമ്മുടെ കയ്യിൽ ഉണ്ടായാലും ഉപയോഗിക്കേണ്ട എന്ന് വയ്ക്കാനുള്ള മാനസിക ബലം നമുക്കുണ്ടാവും. ഈ മാനസിക ബലം നേടിയെടുക്കുന്നത് വരെ അവയിൽ നിന്ന് അകലം പാലിച്ചേ മതിയാവും. അതിനാൽ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ നമ്മുടെ ചുറ്റുപാടുകളും കൂട്ടുകെട്ടുകളും വളരെയധികം സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കുക. ആ ചുറ്റുപാടുകൾ നമ്മളെ സ്വാധീനിക്കാതിരിക്കാൻ ഉള്ള മാനസിക ബലം ഇല്ലെങ്കിൽ അവയിൽ നിന്ന് മാറി നിന്നേ പറ്റൂ.